അല്ലേന്ന് ഒരു മുഗറാൽക്കാരനെ കിട്ടാൻ വേണ്ടിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് കളത്തുണ്ടായി ഞാൻ. കിട്ടിപ്പോയി. നമ്മളെ മുഗറാൽക്കാരൻ KP അത് ഞാൻ എന്നെ കിട്ടിപ്പോയി. അസ്സലാമു അലൈക്കും. അല്ലേല് മുഗറാൽക്കാരുണ്ടാവുന്നുണ്ടായിരുന്നല്ലോ എന്റെ ചോദ്യം. എന്താ ഒരു മുഗറാൽക്കാരനെ നമുക്ക് കിട്ടി. നിങ്ങളൊന്നും ഇപ്പൊ ആരും അതിന് നമ്മുടെ മുഗറാലില് ഓൺലൈൻ നമ്മുടെ വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ മുഗറാലത്തെ കുറെ ആളെ നമ്മൾ കാണുന്നത് ഓർമ്മകള് എന്തെങ്കിലും മുഗറാലിലെ ഓർമ്മകളെന്ന് പറയാൻ പഴയ കാലത്ത് സ്കൂളിൽ പോയതൊക്കെ ഓർക്കുമ്പോ ഇപ്പോൾ പേടിയാവുന്നു. എന്ത് അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ ചെറുപ്പത്തില്? അന്ന് സ്കൂളിൽ ഇലക്ഷന് എതിർ പാർട്ടി അല്ല 2 ലീഗായിരുന്നു, IUML-ഉം മറ്റേ ലീഗും. അപ്പോ ഞാൻ MCR ചാൻഡോറ പാർട്ടിയിലായിരുന്നു. അവിടുന്ന് പിന്നെ എന്തോ ഒരു ഇതിൽ തെറ്റിയിട്ട് IUML കൂടിയിട്ട് YMP കൂട്ടറൊക്കെ എന്നെ അടിക്കാൻ വരുന്നതുതും ഇപ്പോഴും ഓർമ്മ. ഹോളി കൊണ്ടിരുന്ന ഹോളി മാത്രം കൊണ്ടിട്ട അന്ന് മറ്റേ ഇലക്ഷൻ മത്സരത്തിൽ നിങ്ങൾ വോട്ടിടാൻ വേണ്ടിട്ട് ബോൾ വാങ്ങി കൊടുക്കലും അങ്ങനത്തെ എല്ലാം ഉണ്ടല്ലേ? ബോൾ കിട്ടുന്ന പാർട്ടിയിലാണ് അപ്പൊ കൂടുതൽ. അതാരാനോ സാധനം കിട്ടണം എന്താ അല്ല അവർക്ക് വോട്ട് കൊടുക്കാൻ വന്നിട്ട് പിന്നെ ബോളിൽ മേങ്ങിട്ട് തോപ്പിച്ചിട്ടില്ല വോട്ട് കൊടുക്കാതെ. അത് കൊറേ സംഭവം ഉണ്ട്. പിന്നെ അടിപിടി കേസ് കുറെ. ഈ മൊയ്തീൻ പള്ളിന്റെ അടുത്തൊരു ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്, ശക്തി ഇബ്രാഹിം. ഓനെ കുമ്പളദേവി ടഗീസിന്റെ അടുത്ത് ഓടി ഞാനും ഗോപുറൊക്കെ അടിച്ച് പണ്ട് ജ്യേഷ്ഠന്മാർ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചതും അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് പഴയ കാലത്ത്. നല്ല രസമായിരുന്നു അല്ലേ? പഴയ കാലത്ത് ഭയങ്കര പോക്കിലായിരുന്നു, എല്ലാവരോടും അടിപിടി ചെയ്തു. പിന്നെ സ്കൂൾ കട്ട് ചെയ്തിട്ട് സിനിമക്കെല്ലാം പോക്കണ്ടായില്ലേ? പകുതിയെ സ്കൂളിൽ പോക്കുള്ളൂ, പകുതി തിയേറ്ററില്ല. അങ്ങനെയാണ് SLC ഫൈലായത്. അങ്ങനെ ഫൈലാക്കി കൊടുത്തല്ലേ? മുഗറാൽ ഓൺലൈനെ കുറിച്ചിട്ട് എന്തുണ്ട് അഭിപ്രായം? മുഗറാൽ ഓൺലൈൻ എന്ന സംരംഭം ഒരു നല്ല സംരംഭമാണ്. അതിൽ പ്രത്യേകിച്ച് നന്ദി പറയേണ്ട അനീസ് കോട്ട, മെഹ്ജി അബ്ദുറഹ്മാൻ, പിന്നെ നമ്മളെ മോരാക്കാരോട് എന്ത് പറയാനുള്ള പറയും. മുഗറാൽ ഓൺലൈനിന്റെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഓൺലൈനിൽ വന്നാൽ എന്റെ അടുത്ത് വരിക, ഒന്ന് കണ്ട് സംസാരിച്ച് പോവാം. പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് ഞാൻ പ്രത്യേകം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാം, ബിരിയാണി, മട്ടനൊക്കെ. അനീസിനെ പ്രത്യേകം ശ്രമിക്കുന്നു. മട്ടൻ ബിരിയാണി കഴിക്കാതെ മട്ടൻ ബിരിയാണി അന്ന് ബിരിയാണി കഴിച്ചിട്ട് പോയതിന്റെ മണം കടുവത്ത എല്ലാവരും വന്ന് ഇവിടെ കഴിച്ചു പോയതാണ്. കഴിക്കാനുള്ളത് നിങ്ങളൊക്കെയാണ്. എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. അപ്പൊ അബ്ദുല്ലയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ബിരിയാണി കഴിക്കാനല്ലേ ക്ഷണിക്കുന്നല്ലേ? ക്ഷണിക്കുന്നു. താങ്ക് യു അബ്ദുല്ല. അബ്ദുല്ല എന്നെ നന്നായി സൽക്കരിച്ചു. ചെമ്മീൻ കറിയും ചോറും മീൻ പൊരിച്ചതും. എങ്കിലും ഫസ്ലുവിനെ പോലെ മട്ടൻ ബിരിയാണൊന്നും കിട്ടിയില്ല അല്ലേ? മാത്രമൊന്നും കാണുന്നു. പിന്നെ ചെറുപ്പത്തെ അനുഭവം വേറെ എന്താ അതല്ല? ചെറുപ്പത്തിലെ അനുഭവം എന്ത്, കണ്ടത്തിലെ പള്ളിയിലെ കുളത്തിലൊക്കെ കുളിക്കലും ഉമ്മാന്റെ അടികൊള്ളലും ഇതൊക്കെ ആയിരുന്നു പണി. എപ്പോഴും കുളത്തിൽ തന്നെ ഏത് സമയം കൂത്താൻ വെച്ച പോലെ അല്ലെ? കൂത്താൻ വെച്ച എന്നിട്ട് ഉമ്മാന്റെ ഉള്ള നല്ലെല്ലാം കൊള്ളണം പോയിട്ട്. മുളയുടെ കണ്ടിട്ട് മുളകിട്ടുന്ന മാത്രം പരിപാടിയാണ്. മദ്രസയിൽ പോകാത്തതിന് മാത്രം മുളകിട്ട്. മദ്രസയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അടുത്ത് മുങ്ങുമ്പോ നേരത്തെ മാസം പിള്ളേരല്ല അങ്ങനെ ചെരുപ്പിന്റെ മാലല്ല ചട്ടിന്റെ മാലല്ല കൊണ്ടുവരലുണ്ടോ? അങ്ങനെ അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതൊന്നുമില്ല. ചെരുപ്പിന്റെ മാല പുറത്ത് നിർത്തിവെച്ചൊക്കെ ഉസ്താദ് പുറത്തൊക്കെ നിർത്തിവെച്ച അനുഭവമൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഉസ്താദിന് ഓർമ്മ ഉണ്ടോ? നമുക്ക് മദ്രസയിൽ പഠിപ്പിച്ച പേര് ഓർമ്മ ഉണ്ടോ? മദ്രസയിൽ പഠിപ്പിച്ച ഒരു ചളിയങ്കോട് പള്ളിയിലൊരു മോട്ടുന്ന ഉസ്താദാണ്. അയാളെ പേര് അബ്ദുറഹ്മാൻ എന്ന് തോന്നുന്നു. ഭയങ്കര അടിയായിരുന്നു ആ ഉസ്താദിന്റെ. സ്കൂളിൽ പഠിപ്പിച്ച മാഷന്മാരെ ആരെയും ഓർമ്മ ഉള്ളത്? നമ്മളെ മൗദൂദി മാഷ് അറബി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അടി പാർസലായിട്ട് വരും. പിന്നെ ജമാലുദ്ദീൻ മാഷിന് ഓർമ്മയുണ്ട്. പിന്നെ ജോസഫ് മാഷ്, വിജയ മാഷ്, അഷ്റഫ് മാഷ്, ഇവരൊക്കെ ഓർമ്മയുണ്ട്. നല്ല കാലമായിരുന്നു അല്ലേ? അതൊരു നല്ല കാലമായിരുന്നു. തിരിച്ചു വരാനില്ല അങ്ങനത്തെ ഒരു കാലം.
മുഗരാൽ ഓൺലൈനിൽ കൂടെ നാട്ടിലത്തെ എന്തെങ്കിലും ദൃശ്യം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും വീഡിയോ, ഏതെങ്കിലും ഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ദൃശ്യങ്ങൾ പറഞ്ഞാല് ലക്ഷന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടോണ്ടുണ്ട്. ഇപ്പൊ ഇനി കാണാൻ ആഗ്രഹമുണ്ട് എന്തെങ്കിലും നമ്മുടെ നാട്ടിലെ ഭാഗത്തെ? നമ്മളെ കൊപ്പളം ഭാഗം ഒന്ന് ഫുള്ളായി കാണണമെന്നുണ്ട്. കൊപ്പളം ഭാഗം അടുത്ത് ഇട്ടതല്ലേ? കൊപ്പളത്തെ കുറെ ഇതെല്ലാം എടുത്തിട്ടുണ്ട്. മുഗരാൽ മൊത്തം നമ്മുടെ നാട് തന്നെ. എങ്കിലും നമ്മുടെ നാട്ടിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നെഞ്ചിലേക്ക് നടക്കുന്നത് നമ്മുടെ നാട് തന്നെ. ഏത് കുന്ന്? അതെവിടെ? ഗോൾക്കുന്ന്. ഗോൾക്കുന്നിന്റെ ഫോട്ടോ നല്ല സീനറിയാണ്. പിന്നെ കുന്നിന്റെ മുകളിൽ പോയ അല്ലേ? പുഴയൊക്കെ കാണാം. കടോത്ത് ഭാഗം, കടത്തും കേക്കപ്പുറം വയലുകളൊക്കെ അതൊക്കെ കാണാം. ഓക്കെ. മുഗരാലിന്റെ ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. ഇങ്ങനെ മുഗരാൽ ഓൺലൈൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടോ നീ? ഇടയ്ക്കിടയ്ക്ക് കമന്റ് എല്ലാം ഇട്ടുള്ളോ? എങ്കിലേ നീ വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും.